ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. ഞാൻ എന്താണ് ഇപ്പോൾ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞത്? വൈ? ദ ടൈം ഈസ് ഓൾമോസ്റ്റ് 6 PM ഇൻ ദ ഈവനിങ്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയാണ് സമയം. ദാറ്റ് ഇസ് ജസ്റ്റ് ഐ സേ ഗുഡ് ഈവനിങ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ഗുഡ് ഈവനിങ്. എനിവേ, ഓക്കെ. യു സി കോൺവെർസേഷൻ 2. നമ്മൾ ഇന്നലെ കോൺവെർസേഷൻ പാർട്ട് 1 ആണ് പഠിച്ചത്. എന്താണ്? ഓവർ ടെലഫോൺ. ടെലഫോണിൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാം. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബിഗിനേഴ്സാണ്. ഇംഗ്ലീഷ് സംസാരിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾ വലിയ ഗ്രാമറുകളോ വലിയ വലിയ ടോപ്പിക്കുകളോ ഒന്നും അല്ല പോകുന്നത്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുദിനം ഫേസ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ്, അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് പറയാനാണ്, ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നോക്കാം. ഹലോ ഗോപു. നമ്മൾ ഗോപുവിനെ കണ്ടു. അപ്പോൾ നമ്മൾ ഗോപുവിനെ കണ്ടപ്പോൾ നമ്മൾ പറയുകയാണ്, ഹലോ ഗോപു, ഗുഡ് മോർണിംഗ്. ഗോപു എന്നുള്ള പേര് നിങ്ങൾക്ക് സ്റ്റീഫനോ അല്ലെങ്കിൽ അഷ്റഫെന്നോ എന്ത് വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ ഗോപു എന്ന് എഴുതിയതേ ഉള്ളൂ. ഹലോ ഗോപു. നമ്മൾ ഒറ്റ സുഹൃത്തിനോട് നിങ്ങൾ സംസാരിക്കേണ്ട സംഭാഷണ ശകലമാണിത്. ഹലോ ഗോപു, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെയാണ് കണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ്. ഓക്കെ. ദെൻ നമ്മൾ രണ്ടാമത് എന്താണ് ചോദിക്കുന്നത്? ഹൗ ആർ യു? ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? ഹലോ ഗോപു, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹലോ ഗോപു, നമ്മൾ ഗുഡ് മോർണിംഗ് അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ ഹലോ ഗോപു, ഹൗ ആർ യു എന്ന് ചോദിക്കാം. പക്ഷേങ്കിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഈ ആചാര മര്യാദകൾ അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ നമ്മൾ നമ്മളോട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വിട്ടുപോകാതിരിക്കുക. സോ ഹലോ ഗോപു, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഓക്കെ. വേർ ആർ യു നൗ? ഗോപുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, വേർ ആർ യു എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നീ എവിടെയാണ് ഇപ്പോൾ? വേർ ആർ യു നൗ? നീ ഇപ്പോൾ എവിടെയാണ്? നൗ എന്ന് ഞാൻ എഴുതിയിട്ടില്ല ഇവിടെ, അത് ഓർത്തോളാം. വേർ ആർ യു നൗ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഹലോ ഗോപു, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വേർ ആർ യു നൗ? അപ്പം നമ്മൾ നമ്മളുടെ ഒരു കൂട്ടുകാരനെ കണ്ടു. കൂട്ടുകാരൻ്റെ പേര് ജെയിംസ് ആണ്. നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പം നമ്മൾ അത് വെച്ച് നമ്മൾ ഈ സെയിം സെൻറ്റൻസ് അവനോട് നമുക്കൊന്ന് ചോദിച്ചു. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ നമുക്ക് ഉണ്ടാവത്തില്ലേ? കൂട്ടുകാരന്മാരുണ്ടാവും, കൂട്ടുകാരികളുണ്ടാകും, പിന്നെ വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ മക്കളുണ്ട്, അല്ല ഭർത്താവുണ്ട്. ഇത് സെയിം മനസ്സിലൊന്ന് സങ്കല്പിച്ചിട്ട് ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അടുത്ത് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? ഒരാളെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബേസിക്കലി ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. വാട്ട് ആർ യു ഡൂയിങ് നൗ? വാട്ട് ആർ യു ഡൂയിങ് നൗ? നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളിതിനകത്ത് മറ്റുള്ള ഗ്രാമറുകളോ മറ്റുള്ള സംഗതികളോ ഒന്നും പോകാതെ ഡയറക്റ്റ് നമ്മളെ ഇങ്ങനെയുള്ള സംഭാഷണ ശകലങ്ങൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരികയാണ്, പരിചയപ്പെടുത്തി തരികയാണ്. ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. ഇത് ഇത്രയും പറയാനായിട്ട് നിങ്ങൾ വലിയ ഒരു തിയറിറ്റിക്കൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ വലിയ ഗ്രാമർ ക്ലാസ്സിലേക്കോ വലിയൊരു കോൺവെർസേഷനിലേക്കോ ഒന്നും പോകേണ്ട കാര്യം. ഇത് നമ്മൾ മനസ്സിൽ കുറേ തവണ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായത്. ദിസ് ഈസ് സിമ്പിൾ ഇംഗ്ലീഷ്, നോട്ട് സിമ്പിൾ, വെരി വെരി സിമ്പിൾ ഇംഗ്ലീഷ്. So look at here. Hello Gopu, good morning, how are you? Where are you? What are you doing now? നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും ചോദിച്ചപ്പോൾ നമുക്ക് ചോദിക്കണം, ഹൗ ഈസ് ലൈഫ്? ഹൗ ഈസ് ലൈഫ്? എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? നമ്മൾ ചോദിക്കത്തില്ല, ഇടവേ എങ്ങനെയുണ്ട് റാവേ, ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ നമ്മൾ കൂളായിട്ട് ചോദിക്കത്തില്ല. അപ്പം നമുക്ക് ആ കൂളിങ് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും ചോദിക്കാം. ഹൗ ഈസ് ലൈഫ്? ദാറ്റ് മീൻസ് ജീവിതം എങ്ങനെ പോകുന്നു? ഹൗ ഈസ് ലൈഫ്? എങ്ങനെയുണ്ട് റാവേ? അല്ല എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടടി? എൻ്റെ സംഭാഷണം ഞാൻ കോട്ടയംകാരനായതുകൊണ്ടാണ് എങ്ങനെ ഉണ്ടാവേ എന്നൊക്കെ ചോദിക്കുന്നത്. സോ ഹൗ ഈസ് ലൈഫ്? എങ്ങനെയുണ്ട് ജീവിതം? ഹൗ ഈസ് യുവർ വർക്ക്? നിൻ്റെ ജോലി എങ്ങനെ പോകുന്നു? നിൻ്റെ ജോലി എങ്ങനെ പോകുന്നു? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഹലോ ഗോപു, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വേർ ആർ യു? വാട്ട് ആർ യു ഡൂയിങ് നൗ? ഹൗ ഈസ് ലൈഫ്? ഹൗ ഈസ് യുവർ വർക്ക്? ഇത്രയും മനസ്സിലായില്ലേ നമ്മുടെ സംഭാഷണം? ഇത് ചെറിയ സംഭാഷണ ശകലമാണ്. അതായത് ചെറിയ സംഭാഷണത്തിൽ ചെറിയൊരു പാർട്ടാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടേക്ക് കെയർ. അപ്പം നീ നന്നായിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കോവിഡ് കാലഘട്ടമൊക്കെ അല്ലേ, അപ്പം നമ്മളെല്ലാവരോടും നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് ടേക്ക് കെയർ എന്ന് നമുക്ക് പറയാം. ടേക്ക് കെയർ, ടേക്ക് വെൽ, അങ്ങനെയൊക്കെ നമുക്ക് ടേക്ക് കെയർ എന്നൊക്കെ എല്ലാവരോടും നമുക്ക് പറയാവുന്നതാണ്. താങ്ക് യു. അപ്പം ഈ ടേക്ക് കെയർ, താങ്ക് യു എന്നുള്ള കാര്യം, ഗുഡ് മോർണിംഗ് എന്നുള്ള കാര്യം നോക്കിയാൽ നമ്മൾ പഠിച്ച ഇത് നോക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വേർ ആർ യു? വാട്ട് ആർ യു ഡൂയിങ് നൗ? ഹൗ ഈസ് ലൈഫ്? ഹൗ ഈസ് യുവർ വർക്ക്? ടേക്ക് കെയർ, താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായല്ലേ ഇപ്പം? അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു, ഒരു കൂട്ടുകാരിയെ കണ്ടു, ആരെയെങ്കിലും കണ്ടു.
അപ്പം നമുക്ക് ഇത്രയും സംഗതികളൊക്കെ നമ്മൾ അവരോട് വലിയ ഹിമാലയൻ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുമായിരിക്കാം. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള കഴിവും അതിനുള്ള നമ്മൾ ഏബിൾ ആയിട്ടില്ല. നമ്മൾ സാധാരണ സംഗതികളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു വീട്ടമ്മ അയൽക്കൂട്ടത്തിന് പോയി, എടി ജലജ, ഹൗ ആർ യു? അങ്ങനെ നമുക്ക് ജലജയോട് ചോദിക്കാം, ഗുഡ് മോർണിംഗ് ജലജ, അല്ലെങ്കിൽ അയൽക്കൂട്ടം ചിലപ്പം ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കും. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ജലജ എന്ന് നമുക്ക് പറയാം. ഹൗ ആർ യു മീൻസ് എങ്ങനെയുണ്ട്, വേർ ആർ യു? അപ്പോൾ വേർ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസക്തിയില്ല, നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട് ജലജ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് നൗ? നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളിക്കാരി ചിലപ്പോൾ എന്ത് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാമായിരിക്കാം. നമ്മുടെ കൂടെ എന്തെങ്കിലും അയൽക്കൂട്ടം പഠിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പഠിക്കുക, സെയിൽസുകളായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഹൗ ഈസ് ലൈഫ്? എങ്ങനെയാണ് എൻ്റെ ജീവിതം പോകുന്നത്? ഹൗ ഈസ് യുവർ വർക്ക്? നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ, ടേക്ക് കെയർ, സുഖമായിട്ടിരിക്കുക, താങ്ക് യു, വളരെ നന്ദി. ഇതൊരു ചെറിയ ഒരു സംഗതിയാണ്. ഇത് നമ്മൾ ഡെയിലി ജസ്റ്റ് നമ്മൾ ആരോടെങ്കിലും, വീട്ടിലുള്ളവരാണെങ്കിൽ ചേട്ടന്മാരോടോ അനിയന്മാരോടോ ഭർത്താവിനോടോ ഭാര്യയോടോ അച്ഛനോടോ അമ്മയോടോ മക്കളോടോ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞ് ഈ സ്ട്രക്ചറുകൾ, ഇത് സംഭാഷണ ശലകങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഈസി ആയിട്ട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ലോകത്തിൽ ആര് നിങ്ങളോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. വേർ ആർ യു എന്ന് ചോദിച്ചാൽ മനസ്സിലേക്ക് എഴുതിയിട്ടോ, വേർ ആർ എന്ന് ചോദിച്ചാൽ നീ എവിടെയാണെന്നുള്ളതാണ്. ഇതൊന്നും ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ എന്നാ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൗ ഈസ് ലൈഫ് വെച്ചാൽ നിൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു. ഹൗ ഈസ് യുവർ വർക്ക് എന്ന് വെച്ചാൽ നിൻ്റെ ജോലി എങ്ങനെ പോകുന്നു. മനസ്സിലായില്ലേ? ടേക്ക് കെയർ എന്ന് വെച്ചാൽ നീ സുഖമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും. താങ്ക് യു എന്ന് വെച്ചാൽ നന്ദി. ഇത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഫ്രേസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക ആദ്യം. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആദ്യം മറ്റുള്ള വലിയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ, ഈ 5 മിനിറ്റ് ഈ ചെറിയ കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പഠിക്കുക. നമ്മൾ മറ്റൊരു സെഗ്മെൻറ്റുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് മച്ച് കെയർ. താങ്ക് യു ഓൾ.